നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് നെക്സ്റ്റ് ടെക് സ്കൂളിൻ്റെ CEO മുഹമ്മദ് ഷബീറാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ ടെക് സ്കൂൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു പുതിയ സംരംഭമാണോ, പുതിയ സംവിധാനമാണോ? ഈ പഠന രീതികൾ മാറി വരികയാണ്, തൊഴിലവസരങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ പോക്ക് വ്യത്യസ്ത തലങ്ങളിലേക്കാണ്. അപ്പോൾ എന്താണ് ടെക് സ്കൂൾ എന്നൊരു സംശയം സ്വാഭാവികമായി വരും. എന്താണ് ടെക് സ്കൂൾ, എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ IT കമ്പനികളും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഒരു സ്കിൽ ഗ്യാപ്പ് നിലവിലുണ്ട്. ആ സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് ടെക് സ്കൂളിന് ഫോം ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ IT കമ്പനി എന്ന നിലയിൽ നമ്മളും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഇതായിരുന്നു. IT ഫീൽഡിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ്, വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് IT ഫീൽഡിലുണ്ട്. പക്ഷേ കമ്പനികൾക്ക് ആവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള IT പ്രൊഫഷണൽസിനെയാണ്, AI പ്രൊഫഷണൽസിനെയാണ് ആവശ്യം. പക്ഷേ പലപ്പോഴും ഹയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് നമ്മൾ കമ്പനി ആവശ്യപ്പെടുന്ന കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ടെക് സ്കൂൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, സ്കില്ലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന ടെക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും ഉണ്ടാവും. എന്താണ് ഈ പറഞ്ഞ നെക്സ്റ്റ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഫേമിനകത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ട്, നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു IT കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു കൾച്ചറോട് കൂടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് IT കമ്പനി ഓൾറെഡി റണ്ണിങ് ആണ്. അതിൻ്റെ കൂടെ അവിടുത്തെ ഡെവലപ്പേഴ്സിൻ്റെ കൂടെ അവർ വർക്ക് ചെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഒരു വർക്ക് കൾച്ചറോട് കൂടി തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നമ്മുടെ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് അങ്ങനെയാണോ? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വരുന്ന കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് കോഴ്സുകളുണ്ട്. ഒന്ന് നമ്മൾ +2 കംപ്ലീറ്റ് ചെയ്തവർക്ക്, +2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. മറ്റൊന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PGയോ BTech ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ +2 കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിൽ നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് BC ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിൽ നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് സ്കിൽ ഡിപ്ലോമ കോഴ്സുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. +2 കഴിഞ്ഞവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിലും 2 പേർക്കും നമ്മൾ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് പ്ലസ് ഇൻറ്റേൺഷിപ്പ്, ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് 100% ജോബ് ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ 2 കോഴ്സുകളും റൺ ചെയ്യുന്നത്. IT സംരംഭങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് കമ്പനികൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ പലതും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പ്രധാനമായിട്ടും വരുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് തിരുത്തുക. ഞാൻ പറഞ്ഞത് അപ്പം പലതരം റിക്വയർമെൻറ്റ്സിനാണ്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവരുടെ സിലബസ് എന്തായിരിക്കണം എന്നതിൽ ഒരു പ്രത്യേക ധാരണ നമുക്കുണ്ടാവണം. എങ്ങനെയാണ് അതിൻ്റെ സിലബസൊക്കെ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ 2 ടൈപ്പ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ 2 രീതിയിലുള്ള സിലബസുകളാണ്. ഒന്ന് നമ്മൾ BCA AI ഇൻ്റഗ്രേറ്റഡ് BCAയിൽ +2 കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് ഈ ഒരു ഫീൽഡിൽ ടെക്നിക്കൽ നോളജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമുള്ള BCAയുടെ ഒപ്പം തന്നെ നമ്മുടെ ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൈത്തൺ ഫുൾ സ്റ്റാക്ക്, അതുപോലെ തന്നെ മേൺ സ്റ്റാക്ക്, ഫ്ലട്ടർ, അതുപോലെ AI ഏജൻറ്റ്സ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ടെക്നോളജികളിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അവരുടെ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നടക്കും. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ അവർക്ക് അഡീഷണൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവരുടെ BCAയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് തന്നെ അവർ ചൂസ് ചെയ്ത സ്പെഷ്യലൈസേഷൻ ഏതാണോ അതിലുള്ള ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 1 ഇയർ നമ്മളുടെ കൂടെ അവിടെ പഠിച്ചതിന് ശേഷം, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും. അതുപോലെ തന്നെ ലൈവ് പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 2 ഇയേഴ്സ് ഇവർക്ക് ഇൻറ്റേൺഷിപ്പാണ്. പുറത്തുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് ഇൻറ്റേൺഷിപ്പ്, അത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസോട് കൂടിയാണ് നമ്മുടെ BCA കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇൻഡസ്ട്രിയിലേക്ക്, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്, ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് ഡയറക്റ്റ് 100% ഗ്യാരണ്ടീഡായ പ്ലേസ്മെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. അതും 3 to 8 lakh പെർ ആനം സാലറിയിൽ നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ IT സാധ്യതകൾ അത് കണ്ടിട്ടാണോ കുട്ടികൾ ഇത് പഠിക്കേണ്ടത്, അതോ വിദേശത്തുള്ള IT സാധ്യതകളാണോ? കേരളത്തിനകത്തും പുറത്തും, അത് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്.
ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളോട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ ഒരു കേരളത്തിലെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ വരും, അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കേരളത്തിനകത്ത് തന്നെ IT ഫീൽഡ് നല്ലോണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്കകത്തായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2030 കൂടിയിട്ട് ഏകദേശം 8 to 10 മില്യൺ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് IT സെക്ടറിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഒരു 4 മില്യൺ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് AI റിലേറ്റഡ് ജോബ്സ് ആയിരിക്കും. അപ്പം നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് AI നോളജ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ AI സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് ഇന്ന് മാർക്കറ്റിൽ ആവശ്യം. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യക്കകത്ത് തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആണെങ്കിൽ അതിലേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ വേൾഡിൽ എവിടെയും ഇരുന്ന് വർക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടായിട്ടും ഹൈബ്രിഡ് മോഡലൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലപ്പോഴും വിദേശ കമ്പനികൾക്ക് തന്നെ അറിയായിരിക്കും, പല ആളുകൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വിദേശ കമ്പനികളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവർ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹൈബ്രിഡ് മോഡൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, റിമോട്ടായിട്ട് കംപ്ലീറ്റ്ലി റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിനകത്തുള്ളത് മാത്രമല്ല, വേൾഡ് വൈഡുള്ള നമ്മുടെ സാധ്യതകൾ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ആരായാലും എൻ്റർ ചെയ്യേണ്ടത്. എന്താണ് ഈ ഹൈബ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ടായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓഫീസ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓഫീസിലേക്ക് വർക്ക് അറ്റ് ഹോം ആയിരിക്കും. പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 1 വീക്കൊക്കെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുക, ബാക്കി ഉള്ള ടൈം നമ്മൾ വീട്ടിൽ ചെയ്യാന്നുള്ള രീതിയിൽ റൺ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. കംപ്ലീറ്റ്ലി 100% റിമോട്ടായിട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓഫീസിനും ഗുണം, അത്യാവശ്യത്തിന് നമുക്കും ഗുണം എന്നുള്ള നിലയ്ക്കാണ്. ഈ നേരത്തെ ഈ AI പറ്റി പറഞ്ഞു, AI ഇൻറ്റഗ്രേറ്റഡ്. ഏതൊക്കെ കോഴ്സുകളാണ് AI ഇൻറ്റഗ്രേറ്റഡ്? BCA ഇൻറ്റഗ്രേറ്റഡ് ആണല്ലേ? അതെ അതെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു സിലബസ് ഒക്കെ ക്രമീകരിക്കുക? നമ്മുടെ BCA ആയാലും ഡിപ്ലോമ ആയാലും രണ്ടും AI ഇൻറ്റഗ്രേറ്റഡ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് AI ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആവശ്യം ട്രഡീഷണൽ രീതിയിൽ കോഡിങ് പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ട്രഡീഷണൽ മോഡലിൽ പോകുന്ന കാൻഡിഡേറ്റ്സിനെയല്ല ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ ആവശ്യം. IT കമ്പനികൾക്ക് ആവശ്യം AI പ്രൊഫഷണൽസിനെയാണ്. അവർക്ക് AI ടൂൾസിൽ നല്ല നോളജ് ഉണ്ടാവണം. ബേസിക് നോളജിന് പുറമെ AI ടൂൾസിൽ നല്ല നോളജ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം. അവരതിൽ എക്സ്പെർട്ടീസ് ആയിരിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ബേസിക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു മെൻറ്റർ ഉണ്ടാവും. മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്വന്തമായിട്ട് സെൽഫ് ലേണിങ്ങും മെൻറ്റർഷിപ്പ് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു മോഡാണ്. അപ്പോൾ അതിൽ അവർ കൂടുതൽ AI ടൂൾസ് ഗ്രാജുവലി പഠിച്ചു ഏകദേശം 20ലധികം AI ടൂൾസ് നമ്മൾ സ്റ്റുഡൻസിന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് 2 ടൈപ്പ് കോഴ്സുകൾക്കും BCAക്കായാലും ഡിപ്ലോമക്കായാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. AI ഇൻറ്റഗ്രേറ്റഡ് സംവിധാനങ്ങൾ പഠിക്കാൻ, AI ഉപയോഗിച്ച് ജോലി ചെയ്യാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമാണെന്ന് തോന്നില്ല. അങ്ങനെ ഒരു സർവേ പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ? അതെ അതെ. AI ഇവരുടെ പുതിയ തലമുറയുടെ താല്പര്യം മാത്രമല്ല, കമ്പനികളുടെ ആവശ്യം അതാണ്. കമ്പനികൾ ആവശ്യപ്പെടുന്നത് അവർക്ക് പഴയൊരു ട്രഡീഷണൽ രീതിയിൽ കോഡിങ് ചെയ്തു പോകുന്ന ആളുകളുടെ പ്രൊഡക്ടിവിറ്റിയും പുതിയ AI നോളജുള്ള ഡെവലപ്പേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്ത് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വർക്കുകൾ നമുക്ക് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്കുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ നോളജ് ഇല്ലാത്ത ആളുകൾ ഗ്രാജുവലി ഫീൽഡ് ഔട്ട് ആവും. അപ്പം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ നിർബന്ധമായും എന്ത് ചെയ്യണം, അവരുടെ AI സ്കിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ അപ്പ് സ്കില്ല് ചെയ്യണം. അല്ലെങ്കിൽ അവർ തീർച്ചയായും ഫീൽഡ് ഔട്ട് ആവും. സ്കില്ലിനെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണല്ലേ? സ്കില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകണം എപ്പോഴും. ഈ ഒരു ഫീൽഡിൽ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ AI സ്കില്ല് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ BCA കോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ വരുമാനവും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. BCA കോഴ്സ് നമ്മുടെ ഒരു BCA കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് അതുകൂടിയാണ്. ഇപ്പോൾ സാധാരണ നോർമൽ BCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരൊരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ പഠിക്കുന്ന സമയത്ത് അവരൊന്നും ഏൺ ചെയ്യുന്നില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു 3 ഇയർ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വലിയൊരു എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് നോർമലി ഉണ്ടാവുക. നമ്മുടെ ഒരു BCAൻ്റെ നെക്സ്റ്റ്ക്രസ്റ്റിൻ്റെ AI ഇൻറ്റഗ്രേറ്റഡ് BCAയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ഇയറിൽ ഫസ്റ്റ് ഇയർ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് അവർ പുറത്തുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് പുറത്തുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ 2 ഇയർ കൊണ്ട്
1.5 ലക്ഷം രൂപ വരെ അവർക്ക് സ്റ്റൈപ്പൻ്റായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവരുടെ ഡിപ്ലോമ BCA കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ 3rd ഇയറിൽ BCA കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള AI പ്രൊഫഷണൽസ് ആയിട്ടാണ് നമ്മുടെ കാൻഡിഡേറ്റ്സ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരെ ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നത്. അതായത് വീട്ടിൽ നിന്ന് കാശ് മേടിക്കാതെ നമുക്ക് പഠിക്കുകയും ചെയ്യാം, വരുമാനം സമ്പാദിക്കുകയും ചെയ്യാം. ആ പൈസ കൊണ്ട് തന്നെ നമുക്ക് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. അതൊരു എക്സ്പീരിയൻസ് ആയി മാറുകയും ചെയ്യും. അവരുടെ കരിയറിന് യൂസ് ആകുന്ന തരത്തിലുള്ള, കരിയറിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാരലലി അവർ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുക കൂടി ചെയ്യാനാണ്. ഒരു ഏൺ വൈൽ ലേൺ എന്നുള്ളൊരു മോഡലാണ് പുറത്ത് പോയി പഠിക്കുന്ന ആളുകൾ ഭൂരിപക്ഷം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതേസമയത്ത് തന്നെ ഈ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അവരുടെ കരിയറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഫീൽഡിലായിരിക്കും. പഠിക്കുന്നത് BTech ആയിരിക്കും, പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ ഏൺ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഈ ഒരു പഠിക്കുന്ന സമയത്തുള്ള ഈ ഒരു പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എവിടെയും യൂസ് ആവുന്നില്ല. നമ്മൾ ചിന്തിച്ചത് അവർ പഠിക്കുന്ന ഫീൽഡിൽ തന്നെ അവരുടെ കരിയറിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അവർക്ക് ആ ഒരു മോഡൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൂടാന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു പ്രത്യേകത, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് 1 ഇയർ കഴിഞ്ഞാൽ 2nd ഇയർ തൊട്ടിട്ട് അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ 2 ഇയർ കൊണ്ട് അവർ 1.5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്നുണ്ട്. അവർ പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പകുതിയിലധികം എമൗണ്ട് അവർ ഏൺ ചെയ്യും. അപ്പോൾ ഏൺ ചെയ്ത് കഴിഞ്ഞു 3rd ഇയർ കംപ്ലീറ്റ് ആകുന്നതോട് കൂടിയിട്ട് അവർ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റിലേക്ക് പോവുകയാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണലായിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്ത് പോയി പഠിക്കുന്നതിൻ്റെ ഒരു അട്രാക്ഷൻ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. അടുത്തിടയ്ക്ക് വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ UK പോകാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും അവിടെ ചെന്നിട്ട് ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കണ്ടതാണ്. ഒരുപക്ഷെ കുറച്ച് കാലം മുമ്പ് തന്നെ നമുക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പുറത്ത് പോയി പഠിക്കുക, ഒപ്പം ജോലി ചെയ്യുക, വരുമാനം സമ്പാദിക്കുക, പിന്നെ പലരും അവിടെ സെറ്റിൽ ആവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ മേഖലയിൽ ഈ പറഞ്ഞ AI ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ നമ്മൾ ഇതുപോലെയുള്ള ടെക് സ്കൂളുകളിൽ പഠിച്ചാൽ നമുക്ക് ഇവിടെ തന്നെ അത് സാധ്യമാണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. അതെ, നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് പോയിട്ട് അവിടെ ഒരു അഡ്മിഷൻ റെഡിയാക്കിയിട്ടായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. പക്ഷേ വാഴയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ജോബ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ സ്ട്രഗിൾ ചെയ്ത് കണ്ടെത്തുന്നത് നമ്മൾ അതിൽ കണ്ട പോലെ പിന്നെ ചിലപ്പോൾ കുതിരനെ നോക്കലൊക്കെ ആയിരിക്കും. അതൊന്നും അവരുടെ കരിയറിൽ അവർക്ക് യൂസ് ആകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ആക്ച്വലി കിട്ടുന്നത്. പക്ഷെ അവർക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടാവും, പക്ഷേ അവർ കരിയറിലേക്ക് അത് ഒരു അസറ്റായിട്ട് മാറില്ല. അതേസമയത്ത് നമ്മളുടെ ഒരു കോഴ്സിൻ്റെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൽ ഒരാൾ BCA പഠിക്കുകയാണെങ്കിൽ, AI ഇൻ്റഗ്രേറ്റഡ് BCA പഠിക്കുകയാണെങ്കിൽ അവരുടെ ആ 2 ഇയേഴ്സിലുള്ള അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഫീൽഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 ഇയർ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ആയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പെട്ടെന്ന് തന്നെ നല്ല സാലറിയിലേക്ക് നല്ല കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഈ പലപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് ആധികാരികമായി പഠിക്കും, നല്ല മാർക്കും കിട്ടും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പഠിച്ചതൊന്നും ആയിരിക്കില്ല നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നറിയുക. ഇവിടെ പക്ഷേ ഉള്ളൊരു ഗുണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഡിഗ്രി കഴിയുന്നുണ്ടാവും, PG പഠിക്കുന്നുണ്ടാവും. പഠിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരു ജോബ് നേടാനുള്ള ഒന്നും നമ്മളെ കയ്യിലില്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഡിഗ്രി കൊണ്ട് മാത്രം ജോബ് കിട്ടുന്ന കാലം ഒരുപാട് മുന്നേ കഴിഞ്ഞുപോയി, നമ്മളൊക്കെ പഠിക്കുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞുപോയി. പിന്നെ ഈ ഒരു കാലത്ത് നമുക്ക് ഡിഗ്രി എന്നുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ടാണ്, ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന രീതിയിൽ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നല്ല കമ്പനികളിൽ ജോലി കിട്ടാൻ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഒരു ബാച്ചിലർ ഡിഗ്രി ആവശ്യമാണ്. അപ്പം അതിനപ്പുറത്തേക്ക് ഒരു ക്വാളിഫിക്കേഷൻ എന്നതിനപ്പുറത്തേക്ക് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളതൊന്നും പലപ്പോഴും ഡിഗ്രിയിൽ കിട്ടുന്നില്ല. ഡിഗ്രീൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പും ഒക്കെ ഉണ്ടെങ്കിലും, അതായത് ഡിഗ്രീൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പും പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പലരും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു സീരിയസ്നെസ് അതിൻ്റെ കാര്യത്തിൽ തീരെ അവെയർ അല്ല നമ്മുടെ സൊസൈറ്റി. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു 3 ഇയർ കൊണ്ട് തന്നെ കുട്ടികൾക്ക് കരിയർ സെറ്റ് ചെയ്യാം. പുതിയ ജനറേഷൻ അത്രയും കപ്പാസിറ്റി ഉള്ളവരാണ്, അവർക്ക് ഒരുപാട് വർഷം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഈ ഒരു 3 ഇയർ കൊണ്ട് തന്നെ അവരുടെ കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വയസ്സിൽ തന്നെ അവരുടെ ഒരു ഹൈടെക് കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കും.
നമ്മുടെ കേരളത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് വളരെ പ്രധാനമാണ്, ലോകമെമ്പാടും പ്രസിദ്ധമാണ്. കേരളത്തിലെ ആൾക്കാർ നല്ല വിദ്യാഭ്യാസമുള്ളവരും സ്കില്ലുള്ളവരും അറിവുള്ളവരും അത് പ്രയോഗിക്കുന്നവരും ആണ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ അതിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ തന്നെ പഠന സാധ്യതയും തൊഴിലും ഒപ്പം വരുമാനവും നേടാനുള്ള, ശരിക്കും വിദ്യാഭ്യാസം എന്ത് ലക്ഷ്യമാണോ വെക്കുന്നത്, നിലനിൽപ്പിൻ്റെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അത് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഈ കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. പല കോഴ്സുകളും പഠിച്ചിട്ട് ഇതിൻ്റെ ആധികാരികത, ഇതിന് എന്ത് വാല്യൂ ആണ് ഉള്ളത്? നെക്സ്ക്രസിൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കൾക്കത് പറയാനുള്ളത്? നെക്സ്ക്രസ്റ്റിൽ AI ഇൻ്റഗ്രേറ്റഡ് BCA പഠിക്കുന്ന സ്റ്റുഡൻസിന് സർട്ടിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ UGC അപ്രൂവ്ഡ് ആയ NAC A+ ഗ്രേഡായ യൂണിവേഴ്സിറ്റിയുടെ BCA സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ NSDCയുടെ സർട്ടിഫിക്കേഷൻ, NSDCയുടെ അഫിലിയേഷൻ നമ്മൾ ഉണ്ട്, NSDCയുടെ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. യെസ്. അപ്പോൾ അതുപോലെ ഇവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ആയതുകൊണ്ട് ഇനി അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായി കഴിഞ്ഞാലും, അതുപോലെ തന്നെ അവർക്ക് ഈ നമ്മുടെ PSC UPSC എല്ലാം പോലെയുള്ള കമ്മീഷൻസിൽ അവർക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ പഠിക്കുന്ന കാലത്ത് സ്റ്റൈപ്പൻഡായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും കൂടെ കിട്ടുകയാണ്. ഇങ്ങനൊരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്റ്റുഡൻസ് അട്രാക്റ്റ് ആവുന്നുണ്ട്. അവർ പുറത്ത് പോയിട്ട് പഠിക്കുകയാണ്, വിദേശ രാജ്യങ്ങളിൽ അവർ കോഴ്സുകൾ പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത്, ഏൺ ചെയ്യുന്നത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്ത് വേറെ എന്തൊക്കെയോ ജോബ് ചെയ്തിട്ടാണ് അവർ ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഈ 2 വർഷത്തെ, ഇപ്പോൾ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ ഒരു 3 ഇയറിൻ്റെ കോഴ്സ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ BTech പഠിക്കുന്നവരോട് 5 വർഷം സ്പെൻഡ് ചെയ്യുകയാണ്. 5 വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ 5 വർഷം അവർ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അവരുടെ കരിയറിലേക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മൾ ചിന്തിച്ചത്, അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ ടൈം, അവർ സ്പെൻഡ് ചെയ്യുന്ന ഈ ടൈം എന്തുകൊണ്ട് അവരുടെ കരിയറിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സെയിം ഫീൽഡിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാ? ആ ഒരു ചിന്ത വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ AI ഇൻ്റഗ്രേറ്റഡ് BCA നെക്സ്ക്രസ്റ്റ് എന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരുടെ 3 ഇയറിൽ, ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നീടുള്ള 2 ഇയേഴ്സ് അവരുടെ ഫീൽഡിൽ തന്നെ അവർ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കിയാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള AI പ്രൊഫഷണൽസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു സമയത്താണ്, ആ ഒരു 2 ഇയറിലാണ് അവർ 1.5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്തുകൊണ്ട് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു മോഡലില്ല. നമ്മളൊരു പുതിയൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ കൾച്ചർ ബിൽഡ് ചെയ്യുകയാണ് നമ്മൾ നെക്സ്ക്രസ്റ്റ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അതിനുള്ള സപ്പോർട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. താങ്കളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനത് ആലോചിക്കുകയായിരുന്നു. ഒരു പുതിയ കൾച്ചറാണല്ലോ, ഒരു പുതിയൊരു എഡ്യൂക്കേഷണൽ കൾച്ചറാണല്ലോ. സാങ്കേതികവിദ്യയാണ് പഠിക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നെക്സ്ക്രസ്റ്റിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പുറത്തേക്ക് വരികയാണ്, എന്താണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടുക? മറ്റെന്തെങ്കിലും ആഡഡ് കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയൊരു കാലമാണ്, നിങ്ങൾക്കറിയാം, AI കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എല്ലാ ഫീൽഡിലും AI എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ AI നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AI നോളജ് ഇല്ലാത്ത ഡെവലപ്പേഴ്സിന് ഇനി ഫ്യൂച്ചറില്ല. AI ഇല്ലാതെ കോഡില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. നമ്മൾ തന്നെ പല പ്രോഗ്രാമുകൾ ഇപ്പോൾ ചെയ്യുന്നത് AI ടൂൾസ് കൂടി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, കമ്പനിയുടെ അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രയോ മടങ്ങ് ഡബിൾ ചെയ്യാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എല്ലാ കമ്പനികളും AI ടൂൾസ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസും എന്തായിരിക്കണം, ഈ AIയിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, AI സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ 20ലധികം AI ടൂൾസ് നമ്മൾ അഡീഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനികളിൽ നമ്മൾ ജോബ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് പലപ്പോഴും മലയാളി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചാണ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് അഡീഷണൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്, പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാനേജ്മെൻറ്റിനുള്ള ട്രെയിനിങ്, അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡീഷണൽ. അതായത് ഈ പ്രൊഫൈൽ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊഫഷണൽ കരിയറിൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് ആവശ്യമാണ്. ചുരുക്കത്തിൽ ഒരു നല്ല ടെക് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ട എല്ലാം
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥികൾ പലരും ഇപ്പം ഒരു സാങ്കേതികമായ കോഴ്സ് പഠിക്കാനാണ് വരുന്നതെങ്കിലും അതിലും ക്രിയേറ്റീവായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങളായി വരുന്ന പലതും, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു അക്കാദമിക് കൺസെപ്റ്റിൽ തന്നെ AI പറ്റി പറയുന്ന സമയത്ത്, അതിൻ്റെ സാധ്യതകളെ പറ്റി പറയുന്ന സമയത്ത് ഈ പറഞ്ഞാൽ സംഗീതമടക്കമുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പാട്ട് എഴുതാൻ ഒരു കവിയുടെ ആവശ്യമില്ല, നമ്മളൊരു ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ അതൊരു പാട്ടായിട്ടും കിട്ടുന്ന അത്തരം കാര്യങ്ങളൊക്കെയും, അതായത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് അനുസരിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും ക്രിയേറ്റീവ് സൈഡ് വ്യത്യസ്തമാണല്ലോ. ആ ക്രിയേറ്റീവ് സൈഡ് അനുസരിച്ച് കാര്യങ്ങൾ കരിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ AI-ലുണ്ട് എന്ന് കരുതാമോ? അതെ, തീർച്ചയായും ഉണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ സ്കില്ലും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് കഴിഞ്ഞ് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളാക്കി നമ്മുടെ ജനറേഷനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പിന്നെ പുതിയ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഓരോ ടേസ്റ്റും, ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അഡീഷണൽ സ്കിൽസ് ഉണ്ടാവും ഒരുപാട്. അതിനൊക്കെ നമുക്ക് പിന്നെ പ്രൊഡക്റ്റാക്കിയിട്ടൊക്കെ മാറ്റാൻ പറ്റും. ഓരോ ആളുകളുടെയും ഓരോ സ്കില്ല്, അവരുടെ ആ സ്കില്ലിനനുസരിച്ചുള്ള തോട്ട് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഓരോ ഐഡിയാസ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസിനെ നമുക്ക് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്ത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനൊക്കെ കോവിഡിന് ശേഷമാണ് പലരും വീടിനകത്തിരുന്നത്, എന്നാൽ പിന്നെ യൂട്യൂബിലൂടെ കുറച്ച് വരുമാനം സമ്പാദിച്ച് കളയാം എന്നൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന, അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഈ പറഞ്ഞ AI പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കത്തക്ക യൂസ്ഫുൾ ആണ്. ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന ആളായാലും നമുക്ക് ഒരുപാട് സമയം വേണ്ട ഇന്ന്. ഇപ്പോൾ എന്ത് കാര്യം പിന്നെ നമുക്ക് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യവും എളുപ്പമാണ്. ഇപ്പോൾ IT രംഗത്ത് മാത്രമല്ല, എല്ലാ ഫീൽഡിലും AI വരുന്നതോട് കൂടിയിട്ട് നമ്മളെ ജോലി ഒരുപാട് കുറയാണ്. പെട്ടെന്ന് പിന്നെ നമുക്ക് വേണ്ട റിസൾട്ട് AI ഉണ്ടാക്കി തരും. AIക്ക് നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് AI ജനറേറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ഇത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണ്. AI വരുന്നത് പല ആളുകളും AI-നെ കാണുന്നത് ഒരു പേടിയോടുകൂടിയാണ് പല ആളുകളും കാണുന്നത്. നമ്മളുടെ ഇടയിൽ തന്നെ പലപ്പോഴും ചർച്ച നടക്കുന്നത് AI വരുമ്പോൾ പിന്നെ പല ആളുകളുടെയും ജോലി പോകും, പിന്നെ ജോലി സാധ്യത കുറയണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കും AI എന്ന് പറയുന്ന ഒരു റെവല്യൂഷൻ, ഒരു പുതിയ വിപ്ലവം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ AI-നെ പേടിച്ച് നിൽക്കാതെ AI-യുടെ കൂടെ നമ്മളെന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. AI ടൂൾസിനെ നമ്മൾ യൂസ് ചെയ്യുക, AI നമ്മുടെ ഒരു നല്ല കമ്പാനിയനായിട്ട് നമ്മളെ കൂടെ കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ IT രംഗത്ത് മാത്രമല്ല എല്ലാ ഫീൽഡിലും നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രോംപ്റ്റ് കൊടുക്കാനും പഠിപ്പിക്കുമോ? തീർച്ചയായും. പ്രോംപ്റ്റ് കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നെ അത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല പ്രോംപ്റ്റ് കൊടുക്കണം. ആ പ്രോംപ്റ്റ് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളെ പറ്റി പറഞ്ഞു, അത് ഏത് തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപകൽപ്പന? പ്രൊഫഷണൽ ഡിപ്ലോമ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ സ്കിൽ ഗ്യാപ്പ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഡിഗ്രി അല്ലെങ്കിൽ PG BTech ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് പലപ്പോഴും ഈ ഒരു സ്കിൽ ഗ്യാപ്പ് നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം BCA കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, PG കഴിഞ്ഞവരുണ്ടാവും, BTech കഴിഞ്ഞവരുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ AI ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവർക്ക് IT ഫീൽഡിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ PGക്ക് ശേഷം ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു AI ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ കോഴ്സ്. ഇവർക്കുണ്ടോ ഈ പ്ലേസ്മെൻറ്റ് അഷുറൻസും ഈ സ്റ്റൈപ്പൻറ്റും ഒക്കെ? പ്ലേസ്മെൻറ്റ് അഷുറൻസും സ്റ്റൈപ്പൻറ്റും ഇല്ലാത്തൊരു കോഴ്സ് നെക്സ്റ്റസ്റ്റിൽ ഇല്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സിനും പ്ലേസ്മെൻറ്റ് 100% ഗ്യാരണ്ടീഡ് ആണ്. അത് നമ്മൾ റിട്ടൺ അഗ്രിമെൻറ്റ് ത്രൂ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് 4 ടൈപ്പ് കോഴ്സുകളിൽ, അവർക്ക് 4 ടെക്നോളജികളിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അത് അവരുടെ ചോയ്സാണ്. അവർക്ക് ഫ്ലട്ടർ ഉണ്ട്, അത് ഫ്ലട്ടർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് ഫ്ലട്ടർ ഫുൾ സ്റ്റാക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് പൈതൺ ഫുൾ സ്റ്റാക്ക് ഉണ്ട്, മേൺ സ്റ്റാക്ക് ഉണ്ട്, AI ഏജൻറ്റ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവർ ചൂസ് ചെയ്യുന്ന
ടെക്നോളജി ഏതാണോ അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ് കൊടുക്കും, ലൈവ് പ്രൊജക്റ്റിൽ എക്സ്പീരിയൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യത്തെ 6 മാസമാണ് നമ്മൾ ട്രെയിനിങ് ഉണ്ടാവുക. 6 മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 മന്ത് അവർ പുറത്ത് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇൻറ്റേൺഷിപ്പിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാണ്. ഈ ഒരു സമയത്താണ് അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. ആ ഒരു സമയത്ത് അവർ സ്റ്റൈപ്പൻഡോട് കൂടി ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആകുന്നതോട് കൂടിയിട്ട് 6 മാസത്തെ ട്രെയിനിങ്ങും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും കംപ്ലീറ്റ് ആകുന്നതോടുകൂടി നെക്സ്റ്റ് അവർ പ്ലേസ്ഡ് ആവുകയാണ്. അത് ഗ്യാരണ്ടീഡാണ്. നമ്മൾ പഠിച്ചു കഴിയുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ 2.5 to 7 LPA സാലറിയിൽ ജോബ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എഗ്രിമെൻറ്റ് ത്രൂ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. നമ്മൾ എൻക്വയറി ചെയ്ത് വരുന്ന എല്ലാവരും അഡ്മിഷൻ എടുക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിടുക എന്നുള്ളൊരു രീതിയിലല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ഒരു ഫീൽഡിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരെ ഒരു പ്രൊഫഷണലാക്കി മാറ്റുക, അവരെ പ്ലേസ് ചെയ്യുക, അവർക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കൊക്കെയാണ് നെക്സ്റ്റ്ക്വസ്റ്റിൻ്റെ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? നമ്മൾ 2 ടൈപ്പ് കോഴ്സുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ BCA ഇൻ്റഗ്രേറ്റഡ് BCA ആണെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണ് ഇൻ്റഗ്രേറ്റഡ് BCAയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. +2 കംപ്ലീറ്റ് ചെയ്തു IT ഫീൽഡിൽ നല്ലൊരു കരിയർ പ്ലാൻ ചെയ്യുന്ന ആർക്കും ഈ ഒരു കോഴ്സിനേക്ക് ഇൻ്റഗ്രേറ്റഡ് BCA കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഡിപ്ലോമ സ്കിൽ ഡിപ്ലോമയിലേക്കാണ്, ഇൻ്റഗ്രേറ്റഡ് സ്കിൽ ഡിപ്ലോമയിലേക്കാണെങ്കിൽ ഡിഗ്രി മുതൽ ബേസിക് ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഡിഗ്രി ആവാം, അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാവാം, BTech അങ്ങനെയൊക്കെ കഴിയുന്നവർക്കൊരു ഫിനിഷിംഗ് സ്കൂൾ മോഡലിലാണ് ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ 1 ഇയർ ഡിപ്ലോമ കോഴ്സിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 2 കോഴ്സുകളും 100% ജോബ് ഗ്യാരണ്ടീഡാണ്. 2 കോഴ്സുകളും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഇൻ്റഗ്രേറ്റഡ് BCA ആണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 1.5 ലക്ഷം രൂപ വരെ സ്റ്റൈപ്പൻഡ് ഏൺ ചെയ്യാൻ പറ്റും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും 3 to 8 lakh per annum സാലറിയിൽ പ്ലേസ്മെൻറ്റും നെക്സ്റ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ കോഴ്സുകൾ, സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് 1 ഇയറാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരിക. അതിലവർക്ക് ആഫ്റ്റർ 6 മന്ത് ഇൻറ്റേൺഷിപ്പ്, പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ്, അവരുടെ സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ഇൻറ്റേൺഷിപ്പാണ് 6 മന്തിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ 2.5 to 7 LPA സാലറിയിൽ ജോബ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. കോഴ്സൊക്കെ സാധാരണഗതിയിൽ നമ്മൾ 10 +2 ഡിഗ്രി എന്നൊക്കെ ഇങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നീട് ജോലിക്കൊക്കെ പോയതിന് ശേഷം ഇനി എൻ്റെ കരിയർ ഒന്ന് മാറ്റാം, വേറൊരു കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന നേരത്തെ പഠനം കഴിഞ്ഞു പോയ ആൾക്കാർക്ക് വന്ന് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ആ ഒരു ട്രെൻഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു ട്രെൻഡ് ഇപ്പം നിലവിൽ നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ പല ഫീൽഡിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ IT ഫീൽഡിലേക്ക് വളരെ വ്യാപകമായിട്ട് വരുന്ന ആളുകളുണ്ട്. എനിക്കെന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഫീൽഡ് മാറി IT കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പഠിച്ച് ഏകദേശം ഒരു 4-5 അല്ലെങ്കിൽ 6 വർഷം വർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1 ഇയർ അവർ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടുള്ള ഒരുപാട് ആളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇൻ്റഗ്രേറ്റഡ് സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുക, ആ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് പേര് സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ്ക്വസ്റ്റിൽ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അത്തരം ഒരു പഠന സമ്പ്രദായം അങ്ങനെയുണ്ടോ? തീർച്ചയായും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് AI കാലം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകളുടെ കാലം കൂടിയാണ്. കാരണം സ്റ്റാർട്ടപ്പുകൾ കുറച്ചുകൂടി ഈസിയായി ഈ ഒരു ഫീൽഡിൽ തന്നെയാണെങ്കിൽ, IT ഫീൽഡിൽ തന്നെയാണെങ്കിൽ കോഡിങ് ആയിക്കഴിഞ്ഞാലും ഒരു ബിസിനസ് റൺ ചെയ്യലായാലും ഈസിയായി എന്ന ഒരു തോട്ട് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം AI ടൂൾസൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മൾ പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന സമയത്ത് പല ആളുകൾ ഈ ഒരു ഫീൽഡിൽ സ്റ്റാർട്ടപ്പിലുള്ള ആളുകൾ കാണുന്ന വലിയൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇത്രയും ടൈം നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് മാറിയിട്ട് AI വന്നതോട് കൂടിയിട്ട് നമ്മൾ മാസങ്ങളെടുത്ത് അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ദിവസങ്ങൾ കൊണ്ട് തീരുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല സാധ്യത ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസും സ്റ്റാർട്ടപ്പുകളിലേക്ക് കൂടി എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഇൻക്യുബേഷൻ ഹബ്ബ് തന്നെ നമ്മുടെ നെക്സ്റ്റ്ക്വസ്റ്റിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ അകത്ത് തന്നെ, നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ ഇരുന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫോം ചെയ്ത് അവർ പ്രൊഡക്റ്റ് അവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള ഏജൻസികളായിട്ടുള്ള ടൈപ്പ്, നെറ്റ്വർക്ക് ബിൽഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ടെക് സ്കൂളുകൾ പൊതുവേ ചെയ്യുന്നതിൽ ഇതിൽ പലതും ഉണ്ടാവും.
മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് നെക്സ്റ്റ് വ്യത്യസ്തമാകുന്നത്? നമ്മുടെ നെക്സ്റ്റ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒന്ന്, നമ്മളുടെ മാർക്കറ്റിന് എന്താണോ വേണ്ടത്, ജോബ് മാർക്കറ്റിന് എന്താണോ വേണ്ടത്, ആ രീതിയിലുള്ള നമ്മൾ കമ്പനികൾക്ക് ആവശ്യമുള്ള പ്രൊഫഷണൽസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കോഴ്സുകൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഏൺ ചെയ്യാം. പിന്നെ 100% ജോബ് ഗ്യാരണ്ടീഡ് എഗ്രിമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ഈ ഒരു ഫീൽഡിൽ ജോബ് ഗ്യാരണ്ടി എഗ്രിമെൻറ്റ് കൊടുക്കുന്ന മറ്റൊരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് നെക്സ്റ്റിൻ്റെ ഭാവി? നെക്സ്റ്റിൻ്റെ ഭാവി എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഫീൽഡിൻ്റെ ഭാവിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇന്ത്യക്കകത്ത് തന്നെ ഏകദേശം 2030 കൂടിയിട്ട് 8 to 10 മില്യൺ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഠനങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ തന്നെ 4 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു IT സെക്ടറിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ പകുതിയോളം നമ്മുടെ AI പ്രൊഫഷണൽസിനാണ് സാധ്യത. അപ്പോൾ ആ രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഫീൽഡിലുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മൾ AI പ്രൊഫഷണൽസായിട്ട് നമ്മുടെ ഓരോ കുട്ടികളും മാറിക്കഴിഞ്ഞാലാണ് അവർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഒരു വലിയ ഭാവി നെക്സ്റ്റ് കാണുന്നുണ്ട്. അതിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതായത് AI ആണ് ഫ്യൂച്ചർ. AI ഇല്ലാതെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ഇല്ല എന്നുകൂടെയാണ് താങ്കൾ പറയുന്നത്. എന്തായാലും രാജ്യത്തിനൊപ്പം, വിദ്യാർത്ഥികൾക്കൊപ്പം, അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നെക്സ്റ്റിനും വളരാൻ സാധിക്കട്ടെ. പരസ്പര പൂരകങ്ങളായി വിദ്യാർത്ഥികളും നെക്സ്റ്റും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.